പ്രചാരണം അവസാനിക്കാനിരിക്കെ കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രതീക്ഷയിലാണ് മുന്നണികൾ. പതിവ് പോലെ ഇത്തവണയും ഇടതു തരംഗമുണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് LDF. ഇടതുകോട്ടകൾ തകർത്ത് ശക്തമായി മുന്നേറുമെന്നാണ് UDFന്റെ വിശ്വാസം. മുൻപെങ്ങുമില്ലാത്ത പ്രതീക്ഷയുണ്ട് BJPക്ക്. എങ്ങനെ വീണാലും കോഴിക്കോട് കോർപ്പറേഷൻ ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുമെന്നാണ് ചൊല്ല്. എന്നാൽ ആ ചൊല്ലിൽ ഇത്തവണ പതിരുണ്ടാകില്ലെന്ന് UDF നേതൃത്വം പറയുന്നു. കഴിഞ്ഞ തവണത്തെ 50 സീറ്റിൽ നിന്ന് വർധനവ് പ്രതീക്ഷിക്കുകയാണ് LDF. ചെങ്കോട്ടയിൽ വിള്ളൽ വീഴ്ത്തി 55 സീറ്റ് ലഭിക്കുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. 7 സീറ്റിൽ നിന്ന് ഇരട്ടിയോ അതിലധികമോ ആയി ഉയർത്തുമെന്ന് BJP നേതൃത്വവും അവകാശപ്പെടുന്നു. ജില്ലാ പഞ്ചായത്തിൽ തുടർഭരണം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഇടതുമുന്നണിക്ക് ഒരു സംശയവുമില്ല. LJDയും കേരള കോൺഗ്രസും ഒപ്പമുള്ളതാണ് ആത്മവിശ്വാസത്തിന്റെ കാതൽ. തുടക്കം മുതൽ അട്ടിമറി സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന UDFന് പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ആത്മവിശ്വാസം കൂടിയിട്ടേയുള്ളൂ. വെൽഫെയർ പാർട്ടിയും RMPയും ഒപ്പം കൂടിയത് വോട്ടായി മാറിയാൽ UDFന്റെ നില മെച്ചപ്പെടുമെന്ന് ഉറപ്പ്. 3 സീറ്റുകളിലാണ് BJPയുടെ കണ്ണ്. ജില്ലയിലെ 7 നഗരസഭകളിൽ 6ഉം ഇടതുപക്ഷത്തിനൊപ്പമാണ് ഇപ്പോഴുള്ളത്. ഇതിൽ വടകരയും പയ്യോളിയും ഇടതിൻ്റെ കോട്ടകളും കൊടുവള്ളി UDFന്റെ കോട്ടയുമായാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഫറൂഖും പയ്യോളിയും UDFന് നഷ്ടപ്പെട്ടത് ഭരണമാറ്റത്തിലൂടെയാണ്. ഫറൂഖും പയ്യോളിയും തിരിച്ചുപിടിക്കുന്നതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം വിമത പ്രശ്നം കാരണം നഷ്ടപ്പെട്ട രാമനാട്ടുകരയും തിരിച്ചുപിടിക്കുമെന്നാണ് UDFന്റെ അവകാശവാദം. LDFന്റെ വെൽഫെയർ കൂട്ടുകെട്ടിലൂടെ ശ്രദ്ധേയമായതാണ് മുക്കം നഗരസഭ. വെൽഫെയർ പാർട്ടി UDFനൊപ്പം പോകുമ്പോൾ മുക്കത്ത് ഭരണമാറ്റമുണ്ടാകുമോ എന്നതും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. 70 ഗ്രാമപഞ്ചായത്തുകളിൽ 48 ഇടങ്ങളിലാണ് ഇടതുമുന്നണിയുള്ളത്. ഇത്തവണ 50-ന് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത്. LJDയുടെ തിരിച്ചുവരവാണ് പ്രതീക്ഷയുടെ കാതൽ. ജനകീയ മുന്നണി കൂട്ടുകെട്ട് വടകര മേഖലയിൽ വലിയ മുൻതൂക്കം നൽകുമെന്ന് UDF കരുതുന്നു. വെൽഫെയർ പാർട്ടിയുമായുള്ള നീക്കുപോക്കും കരുത്താണ്. RMP ഭരിക്കുന്ന ഒഞ്ചിയം പഞ്ചായത്തിൽ മത്സരം കടുത്തതാണ്. ഒരു പഞ്ചായത്തിൽ പോലും ഭരണമില്ലെങ്കിലും 10 പഞ്ചായത്തുകളിലാണ് BJPയുടെ നോട്ടം. ടീം മീഡിയ 1 കോഴിക്കോട്.